Hi, hello, welcome to yet another episode of my channel and you're watching Shrutys vlogtube. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഉള്ളി ലേഹ്യം വീട്ടിൽ വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ട് അതിൻ്റെ ഗുണമേന്മ ഒട്ടും ചോർന്നു പോകാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പ്രസവശേഷം പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ് ഉള്ളി ലേഹ്യം. കുട്ടികൾക്കും മുതിർന്നവർക്കെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. വളരെ ഗുണകരമാണ് ഉള്ളി ലേഹ്യം അകത്തേക്ക് കഴിക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, യുവത്വം നിലനിർത്താൻ, അതായത് പ്രായമാകുന്തോറും നമ്മുടെ ശരീരത്തിൽ വരുന്ന ചുളിവുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചുളിവുകൾ മാറ്റാനായിട്ട്, നിറം വർദ്ധിപ്പിക്കാൻ, അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. മുടികൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും താരൻ കുറയ്ക്കാനും ഒക്കെ ഉള്ളി ലേഹ്യം അകത്തേക്ക് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇതിനോടൊപ്പം തന്നെ ബ്ലഡ് കൗണ്ട് കൂട്ടാനായിട്ട്, ബ്ലഡ് വർദ്ധിപ്പിക്കാൻ, അതുപോലെ ബ്ലഡിലെ ഹിമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഗുണകരമാണ് ഉള്ളി ലേഹ്യം അകത്തേക്ക് കഴിക്കുന്നത്. ഇത് കൂടാതെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. ഇപ്പം എന്താണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയുമ്പോഴാണ് അത് കഴിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി ലേഹ്യത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീര സൗന്ദര്യം കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളി ലേഹ്യം കഴിച്ച് നിങ്ങൾക്ക് ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കവിളെന്നൊക്കെ ഈ രക്തം തൊട്ടെടുക്കാൻ പറ്റുമെന്ന് പറയില്ലേ, അത്രയ്ക്കൊരു ബ്ലഷ് നമ്മുടെ കവിളിൽ ഉണ്ടാവുന്നതാണ്. ഈ ഉള്ളി ലേഹ്യം രക്തം കൂട്ടാനായിട്ട് വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കവിളൊക്കെ നല്ല ചുവന്ന് തുടുക്കാനും നല്ല സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്ലഡ് കുറവുള്ളവർക്കും അനീമിയ പോലുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്കും വളരെ മികച്ചതാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. ഇനി സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വേദനകൾ മാറ്റാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി ലേഹ്യം. അതുപോലെ ഗർഭാശയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ഗർഭാശയം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതുപോലെ ഗർഭാശയം നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ളി ലേഹ്യം വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. പിന്നെ ഹീമോഗ്ലോബിൻ കൂട്ടാനായിട്ട് ഉള്ളി ലേഹ്യം കഴിക്കുന്നത് വളരെയേറെ സഹായിക്കും. അതുപോലെ രക്തശുചീകരണത്തിനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും ശരീരത്തിന് നല്ല ബലം വയ്ക്കാനും നല്ലതാണ്. പിന്നെ ശരീരപുഷ്ടി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വണ്ണം വെക്കില്ല എന്ന് വെച്ച് നിങ്ങളിത് അമിതമായിട്ട് കഴിക്കാനും പാടില്ല. ഈ ഉള്ളി ലേഹ്യം കഴിക്കേണ്ട ഡോസേജ് വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ശരീരത്തിലുണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അലർജിക്ക് കാരണമാകുന്ന കോശങ്ങളെ ഇല്ലാതാക്കാനും വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവർക്കൊക്കെ വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് ഉള്ളി ലേഹ്യം അകത്തേക്ക് കഴിക്കുക എന്നുള്ളത്. ഇനി ചെറുപ്പം നിലനിർത്താനും ഇത് വളരെയേറെ സഹായിക്കും. അതായത് നമുക്ക് പ്രായമാകുന്നതോറും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചുളിവുകൾ, സ്കിന്നിലൊക്കെ മുഖത്തൊക്കെ പലർക്കും ചുളിവുകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ചുളിവുകൾ കൺട്രോൾ ചെയ്യാനും വരാതിരിക്കാനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി ലേഹ്യം. ഇനി ഇതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും മുടികൊഴിച്ചിൽ നന്നായിട്ട് കുറയാനും അതുപോലെ താരൻ കുറയാനും ഒക്കെ വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. അപ്പോൾ സൗന്ദര്യം നിലനിർത്താൻ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. നമ്മുടെ യൗവനം നിലനിർത്താൻ, അതായത് നിത്യ യൗവനത്തിലിരിക്കാനായിട്ട് വളരെയേറെ സഹായിക്കും ഈ ഉള്ളി ലേഹ്യം കഴിക്കുന്നതെന്ന് പറയും. അതുപോലെ വിളർച്ച മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി പ്രായമായവർക്കും പുരുഷന്മാർക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടാനും അതുപോലെ ശരീരബലം വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ളി ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം. അതുപോലെ തന്നെ ഏത് ജെൻഡറിനും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഉള്ളി ലേഹ്യം. ഇനി ഇതൊക്കെ കൂടാതെ പ്രസവരക്ഷയുടെ സമയത്തും പണ്ട് അമ്മമാരൊക്കെ ഉള്ളി ലേഹ്യം കൊടുക്കുമായിരുന്നു. പണ്ട് പ്രസവശേഷം കൊടുക്കുന്ന ലേഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഉള്ളി ലേഹ്യം. പ്രസവശേഷം ഉണ്ടാവുന്ന നടുവേദന, ശരീരവേദന, അങ്ങനെ ഒത്തിരി കാര്യങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. ശരീരവേദനകൾ മാറാനും പ്രസവശേഷമുള്ള ക്ഷീണം അകറ്റാനും പിന്നെ സ്പെഷ്യലി മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഉള്ളി ലേഹ്യം കഴിക്കുന്നത്. അതുപോലെ അമ്മയ്ക്ക് നല്ല ബ്ലഡ് ഉണ്ടാകാനും ഇത് നല്ലതാണ്. ഈ പ്രസവ സമയത്ത് സ്ത്രീകളുടെ സകല നാഡീഞരമ്പുകൾക്കും ഇളക്കം തട്ടിയിട്ടുണ്ടാവും. അതിനൊരു അയവൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഇത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഉള്ളി ലേഹ്യം കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ പ്രസവശേഷം
ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് മാറാനും അതുപോലെ ഗർഭാശയം ചുരുങ്ങാനും ഒക്കെ വളരെ നല്ലതാണ് ഉള്ളിലേഹ്യം കഴിക്കുന്നത്. അതുപോലെ അമ്മമാർക്ക് ഇമ്മ്യൂണിറ്റി കൂടാനും, അപ്പോൾ ആ പാലാണല്ലോ കുഞ്ഞുങ്ങൾ കുടിക്കുന്നത്, അതുവഴി കുട്ടിക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനായിട്ട് ഉള്ളിലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രസവശേഷമുള്ള സ്ത്രീകളും ഈ ഉള്ളിലേഹ്യം ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. നിങ്ങളുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അമ്മമാരൊക്കെ തീർച്ചയായിട്ടും ഈ ലേഹ്യം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക കേട്ടോ. അത്രയേറെ ഗുണകരമാണ് ഇത് പ്രസവശേഷം പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രസവരക്ഷയുടെ സമയത്തും അതുപോലെ അല്ലാത്ത ഏത് സമയത്തും ഏത് ജെൻഡറിനും ആർക്കും കഴിക്കാവുന്ന, ഈവൻ കുട്ടികൾക്ക് വരെ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ലേഹ്യമാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലേഹ്യം കഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇനി വളരെ സിമ്പിളായിട്ട് ഉള്ളിലേഹ്യം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉള്ളിലേഹ്യം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്ത ഉള്ളിയാണ്. ഇത് 2 കിലോ ഉണ്ട്. 2 കിലോ ഉള്ളിയുടെ ലേഹ്യമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ച് 2 കിലോ ഉള്ളിയാണ്. ഇനി ഈ ഉള്ളിയോടൊപ്പം നമുക്ക് വേണ്ടതായിട്ടുള്ളത് ഈന്തപ്പഴമാണ്. ഇപ്പോൾ ഈന്തപ്പഴം ഇതൊരു 200 ഗ്രാം ഉണ്ട്. 250 ഗ്രാം, ഏകദേശം 1/4 കിലോ വരെ നിങ്ങൾക്ക് ഈന്തപ്പഴം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചിലർ ഈന്തപ്പഴത്തിന് പകരമായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. വെളുത്തുള്ളി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈന്തപ്പഴം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈന്തപ്പഴം നമ്മുടെ സ്കിന്നിനും ബോഡിക്കും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലഡ് കൂടാനായിട്ട് വളരെ നല്ലതാണ്. അയൺ റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈന്തപ്പഴം കൂടുതലായിട്ട് എടുത്തത്. ഇനി ശരീരവേദനകൾ കൂടുതലായിട്ടുള്ളവർ വെളുത്തുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. വെളുത്തുള്ളിക്ക് നമ്മുടെ ബോഡി പെയിനെ കുറയ്ക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞവർ വെളുത്തുള്ളി എടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം. ഞാനിവിടെ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കിലോ വെളുത്തുള്ളിക്ക് ഒരു 250 ഗ്രാം വരെ നിങ്ങൾക്ക് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഈന്തപ്പഴമോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഉള്ളിയും ഈന്തപ്പഴവും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. സാധാരണ എല്ലാവരും ഇത് വേവിക്കാനായിട്ട് ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ഗുണം കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ തേങ്ങയുടെ നമ്മൾ പിഴിഞ്ഞെടുത്ത 2ാം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2ാം പാൽ ഒരുപാടൊന്നും വേണ്ട, 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളത്തിനേക്കാളും ഏറ്റവും നല്ല ചോയ്സ് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു 2 സ്റ്റീം അടിക്കുക കേട്ടോ. 2 സ്റ്റീം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ആക്കാം. ഈ സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണിത്. ഉള്ളിയും അതുപോലെ ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് മിക്സിയിൽ അടിച്ച് ഇത് നല്ല പേസ്റ്റ് ആക്കിയ ശേഷം നമുക്ക് കാണാം. ഉള്ളി നേരത്തെ വെന്ത് വന്നത് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് പതുക്കൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഉള്ളി ചൂടായി വരുന്ന സമയം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലം പുരണ്ട തൈലം. പ്രസവശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് നടുവേദന, ശരീരവേദന, എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ്, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. അങ്ങനെയുള്ള പ്രോബ്ലംസിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ് നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലം പുരണ്ട തൈലം. പ്രസവശേഷമുള്ള ഏത് തരത്തിലുള്ള ശരീരവേദനകളും എസ്പെഷ്യലി നടുവേദനയൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോവാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു തൈലം. ഇനി പ്രസവശേഷം മാത്രമുള്ള വേദനയല്ല, നമ്മുടെ ശരീരത്തിൽ വരുന്ന എന്ത് തരത്തിലുള്ള വേദന, നടുവേദന, മുട്ടുവേദന, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വാദസംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, നീർക്കെട്ട്, എല്ലൊടിഞ്ഞാൽ അത് ജോയിൻ ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ തൈലമാണ് നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലം പുരണ്ട തൈലം. എല്ലാവിധ ആയുർവേദ ഡ്രഗ് ലൈസൻസുമുള്ള നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലം പുരണ്ട തൈലം ഏത് തരത്തിലുള്ള വേദനകളും മാറാൻ സഹായിക്കുന്ന ആയുർവേദ വിധിപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന അമൂല്യ എണ്ണക്കൂട്ടാണ്.
പുറമേ തൈലം പുരട്ടുന്നതിനോടൊപ്പം അകത്തേക്കും ചങ്ങലംപരണ്ട കഴിക്കുന്നത് വേദനകൾ മാറാൻ വളരെ ഗുണകരമാണ്. അതിനായിട്ട് ചങ്ങലംപരണ്ടയുടെ ചമ്മന്തിപ്പൊടിയും അതുപോലെ ചങ്ങലംപരണ്ടാതി കഞ്ഞിക്കൂട്ടും നിഹാരി ഹെർബൽസ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദനകൾ വളരെ പെട്ടെന്ന് കുറയ്ക്കാനും എല്ലിനും ശരീരത്തിനും വളരെ പെട്ടെന്ന് നല്ല ബലം വയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ചങ്ങലംപരണ്ട, കരിനൊച്ചി, കുറുന്തോട്ടി തുടങ്ങി ഒത്തിരിയേറെ ആയുർവേദ മരുന്നുകൂട്ടുകൾ അടങ്ങിയിരിക്കുന്ന രുചികരമായ പ്രൊഡക്ട്സ് ആണിത്. അപ്പോൾ നിഹാരി ഹെർബൽസിന്റെ ചങ്ങലംപരണ്ട തൈലമോ ചമ്മന്തിപ്പൊടിയോ കഞ്ഞിക്കൂട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതപ്പോൾ ഉള്ളി ചൂടായി വന്നിട്ടുണ്ട്. ഉള്ളിയും ഈന്തപ്പഴവും കൂടിയുള്ള മിക്സ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കരിപ്പെട്ടി അല്ലെങ്കിൽ പനം ചക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ശർക്കരയേക്കാളും എപ്പോഴും നല്ലത് കരിപ്പെട്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1/2 കിലോ തൊട്ട് 3/4 കിലോ വരെ എടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ. ഞാൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. എനിക്ക് ലേഹ്യത്തിന് കുറച്ച് മധുരം മുമ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ലേഹ്യത്തിൻ്റെ പരുവത്തിലേക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും. സിമ്മാക്കി വയ്ക്കുക. ഇത് പതുക്കെ കിടന്ന് വറ്റി വരണ്ട് ലേഹ്യത്തിൻ്റെ പാകത്തിലേക്കാവണം. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനുണ്ട്. അത് വഴിയെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് 3 ഇൻഗ്രീഡിയൻസ് കൂടിയൊരു പൗഡറാണ്. അതായത് ചുക്ക്, ഏലക്ക, ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ജീരകവും കൂടി പൊടിച്ചെടുത്തിട്ട് അത് 3ഉം ഈക്വലായിട്ട് എടുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ പൊടി ഒരു വലിയ ടേബിൾ സ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ചുക്കും ജീരകവും ഏലക്കയും കൂടിയുള്ള മിക്സ് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദഹനത്തിന് വളരെയധികം സഹായിക്കും. അതുപോലെ ലേഹ്യമൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൂടാതെ നമ്മുടെ ലേഹ്യത്തിന് നല്ലൊരു സ്മെല്ല് കിട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വരണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നെയ്യിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഈ ലേഹ്യത്തിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേഹ്യം കറക്റ്റ് പാകമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറക്റ്റ് പാകമായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിഹാരി ഹെർബൽസിൻ്റെ കുറച്ച് പ്രൊഡക്ട്സും കൂടി നിങ്ങളുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലാത്തവർക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ, കണ്ണിനടിയിൽ വരുന്ന കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, കരിവാളിപ്പ്, സൺ ടാൻ, മുഖക്കുരു എന്ന പാടുകൾ ഇവയൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണ് നിഹാരി ഹെർബൽസിൻ്റെ ഫെയർനെസ് ഓയിലും അതുപോലെ ഫേസ് പാക്ക് പൗഡറും. ഏറ്റവും പ്യുവറായിട്ടുള്ള ക്രീം നിറത്തിലുള്ള കസ്തൂരി മഞ്ഞൾ, പച്ചമഞ്ഞൾ, റോസാപ്പൂവ്, ചന്ദനം തുടങ്ങി ഒട്ടനവധി കൂട്ടുകൾ സമ്പുഷ്ടമായ വളരെ വിശിഷ്ടമായ പ്രൊഡക്ട്സ് ആണ് ഇവ രണ്ടും. നിഹാരിയുടെ ഫെയർനെസ് ഓയിലും ഫേസ് പാക്ക് പൗഡറും യൂസ് ചെയ്യുന്നത് വഴി സ്കിൻ നല്ല സ്മൂത്തും സോഫ്റ്റും ആക്കാനും അതുപോലെ നിറം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിലെ പാടുകൾ അകറ്റാനും വളരെയേറെ സഹായകരമാണ്. ഇനി എത്ര ഹെവി ആയിട്ടുള്ള മുടി കൊഴിച്ചിൽ അകറ്റാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനും താരൻ, മുടി പൊട്ടുക എന്നുള്ള ഇഷ്യൂസൊക്കെ മാറ്റി മുടിയുടെ സ്വാഭാവികത നിലനിർത്തി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് നിഹാരി ഹെർബൽസിൻ്റെ കേശസഖി ഹെയർ ഓയിൽ. നീലയമരി, ചെമ്പരത്തിപ്പൂവ്, പൂവാങ്കുരുന്നില, കറ്റാർവാഴ, നെല്ലിക്ക തുടങ്ങി ഒട്ടനവധി ആയുർവേദ കൂട്ടുകളാൽ സമ്പുഷ്ടമാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ കേശസഖി ഹെയർ ഓയിലിനോടൊപ്പം നമുക്കിപ്പോൾ താളിപ്പൊടിയും അവൈലബിൾ ആണ്. തലയിലെ അഴുക്കുകൾ പോകാൻ വേണ്ടി മാത്രമല്ല, താരൻ വരാതെ ഇരിക്കാനും താരൻ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ മുടി നല്ല ബലത്തോടെ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ താളിപ്പൊടി. അപ്പോൾ നിഹാരി ഹെർബൽസിൻ്റെ കേശസഖി ഹെയർ ഓയിലും അതുപോലെ താളിപ്പൊടിയും ഒരു കോംബോ ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കും. അപ്പോൾ നിഹാരി ഹെർബൽസിൻ്റെ ഈ കാണുന്ന ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് പ്രൊഡക്ട്സ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതാണ്. ഇതപ്പോൾ നമ്മുടെ ലേഹ്യം ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളിങ്ങനെ ലേഹ്യം ഇങ്ങനെ 2 പോർഷനായിട്ട് ഇങ്ങനെ വകയുമ്പോൾ അതിങ്ങനെ കൂടാനായിട്ട് കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് കൂടില്ല. അതാണ് ഈ ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറയുന്നത്. പിന്നെ പലരും വീട്ടിൽ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് വെച്ചാലും പെട്ടെന്ന് ചീത്തയായി പോകണു, പൂത്തു പോകണു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നെയ്യ് ഒഴിച്ചത് വരട്ടിയെടുക്കാത്തതുകൊണ്ടാണ്, ഇതിൻ്റെ പാകം കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മോശമായി പോകുന്നത് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചീത്തയായി പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് പാകത്തിലായിട്ട് കറക്റ്റ് വറ്റിച്ചെടുക്കാൻ, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ജലാംശമൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ട് വറ്റിച്ച് കറക്റ്റ് പാകത്തിലാക്കിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ടൈറ്റും ആക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ലേഹ്യം നിർത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടയാവും. അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ടൈറ്റായിപ്പോവും, കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ലേഹ്യം ഓഫാക്കുക. ഇത് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് ലേഹ്യത്തിൻ്റെ ആ ഒരു പാകത്തിലേക്കാവും. ഇനിയും നമ്മൾ ടൈറ്റാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ആറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ കീല് പോലെ ഭയങ്കര ടൈറ്റായിപ്പോവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കുകയാണ്. അപ്പം നമ്മുടെ ലേഹ്യത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് തണുത്ത ശേഷം മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ലേഹ്യം തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലേഹ്യമൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ചില്ല് കുപ്പിയിൽ ഇട്ട് വയ്ക്കാൻ നോക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ചില്ലുകുപ്പിയിൽ ഇടുക. അതുപോലെ ലേഹ്യം എടുക്കുന്ന സമയത്ത് വെള്ളമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ യൂസ് ചെയ്ത് എടുക്കാനും ഒക്കെ നോക്കുക കേട്ടോ. അപ്പോൾ 2 കിലോ ഉള്ളി കൊണ്ട് ഏകദേശം 550 ഗ്രാമുള്ള 2 കുപ്പി ലേഹ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോയും കുറച്ചും കൂടി ഒരു 100 എന്നുള്ള വെയിറ്റിലാണ് നമുക്ക് ലേഹ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലേഹ്യം തുറക്കുമ്പോൾ തന്നെ നല്ല ചുക്കിൻ്റെ ഇലക്കയുടെയൊക്കെ സ്മെല്ലാണ്. ഇനി ഇത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലേഹ്യത്തിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ ലേഹ്യം എത്ര ഡോസേജാണ് കഴിക്കുന്നതെന്ന് പറയാം. ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ 2 നേരം കഴിക്കാം കേട്ടോ. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ കഴിക്കാം. അതുപോലെ വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം, രാത്രി ഭക്ഷണത്തിന് ശേഷം 1 ടേബിൾ സ്പൂൺ കഴിക്കുക. ഇനി നോർമൽ ആയിട്ടുള്ള ആളുകൾ, സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും 1 ടേബിൾ സ്പൂൺ ഒരു ദിവസം കഴിച്ചാൽ മതി. അത് നിങ്ങൾക്ക് രാവിലെ ഫുഡിന് ശേഷം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി ഫുഡിന് ശേഷമോ കഴിക്കാവുന്നതാണ്. പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് 1/2 ടേബിൾ സ്പൂൺ കൊടുക്കുക. പിന്നെ ഷുഗർ പേഷ്യൻസൊക്കെ ഈ ഒരു ലേഹ്യം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രായമായവരും കുറഞ്ഞ അളവിൽ കഴിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ, എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.